ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി ശ്രമിക്കുന്നത് ദൈവത്തോടുള്ള ഭക്തി അഥവാ യഹോവ ഭക്തി നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചാണ്. ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിലാണ് സ്വാധീനിക്കുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നതാണ് അതിൻ്റെ ആശയം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു കാര്യത്തോട് ഭക്തി ഉണ്ടാകുക അല്ലെങ്കിൽ ഭക്തിയോടുകൂടെ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് പല സാഹചര്യങ്ങളിലും പലതിനോടായിരിക്കും മനുഷ്യന് ഈ ഒരു ഭക്തി ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം ക്രൈസ്തവരായ നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഭക്തി ദൈവത്തോട് ഉണ്ടാകണമെന്നതാണ്. ദൈവത്തോട് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്, ഏത് ദൈവത്തോടാണ് എന്നതാണ്. ഓരോരുത്തരുടെയും ദൈവം എന്നത് ഓരോന്നാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദൈവം സ്വർഗസ്ഥനായ ദൈവമായ സർവശക്തനായ ദൈവമായ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സദാ ജാഗരിക്കുന്ന പരിശുദ്ധനായവനാണ്, ത്രിയേക ദൈവമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ ഇന്ന് വായിച്ചത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നതാണ്. കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ, ദൈവം 10 കൽപ്പനകൾ മനുഷ്യന് നൽകുമ്പോൾ അതിൽ 1-ാമത്തെ കൽപ്പനയായിരുന്നു, എൻ്റെ മുൻപാകെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കാനായോ ഭക്തി കാണിക്കാനായോ പാടില്ല എന്നതാണ്. ദൈവം ഇന്ന് നമ്മളോട് പറയാനായി ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ മക്കളുടെ ലൈഫിൽ ദൈവമല്ലാതെ മറ്റൊന്നിനെയും പ്രതിഷ്ഠിക്കാനായി പ്രഥമ സ്ഥാനത്ത് നിങ്ങൾ ഇടം കൊടുക്കരുത് എന്നതാണ്. ദൈവമല്ലാതെ, ദൈവത്തിന് 1-ാം സ്ഥാനം ഒഴികെ മറ്റൊന്നിനും ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത്, പ്രഥമ സ്ഥാനം കൊടുത്ത് നിങ്ങൾ പ്രതിഷ്ഠിക്കാതിരിക്കണം. ദൈവത്തിലായിരിക്കണം 1-ാം സ്ഥാനം, ദൈവത്തിനായിരിക്കണം ജീവിതത്തിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നതാണ്. അങ്ങനെ ദൈവത്തിന് 1-ാം സ്ഥാനം നമ്മൾ കൊടുത്താൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയെന്ന് നമ്മളിന്ന് വായിച്ച സുവിശേഷ പാഠഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിങ്ങനെയാണ്: ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവം, ശിശുക്കൾക്ക് ദൈവികമായ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നു. ശിശുക്കളുടെ ഉള്ളിൽ ദൈവം ദൈവിക ജ്ഞാനത്തെ നിറയ്ക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മക്കളുടെ ഉള്ളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവഭക്തിയോടെ അവർ ജീവിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മക്കളുടെ ഉള്ളിലും ദൈവം ധാരാളം അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. ശരിയും തെറ്റും നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളോട് ദൈവം നേരിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്, ഇത് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ശിശുക്കളെ, മക്കളെ ദൈവഭക്തിയോടുകൂടെ വളർത്തിക്കഴിഞ്ഞാൽ ദൈവം മക്കളോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായി വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു വചനമാണ്, യഹോവയോടുള്ള ഭക്തി നമുക്ക് വേണം. യഹോവയോടുള്ള ഭക്തി നമുക്ക് അനിവാര്യമാണ്. ദൈവത്തോടുള്ള ഭക്തി എന്നതിന് 2 അർത്ഥങ്ങളാണുള്ളത്. 1-ാമത്തെ അർത്ഥം ദൈവത്തോടുള്ള ആദരവുണ്ടാകണമെന്നതാണ്. ദൈവത്തോട് നല്ല ആദരവ് നമുക്കുണ്ടാകണം. 2-ാമത്തെ അർത്ഥം പാപത്തെ ഭയന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന മനോഭാവം. ഇതാണ് ഭക്തിയുടെ അർത്ഥം. പാപത്തെ ഭയക്കുകയും പാപത്തെ വെറുക്കുകയും വേണം. എന്നാൽ പാപത്തെ ഭയന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല, ദൈവത്തോട് ചേർന്ന് വരികയും വേണം. ഇതാണ് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി പറയാം, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ 1-ാമത്തെ അർത്ഥം ദൈവത്തോടുള്ള ആദരവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് നമുക്കുണ്ടാകണം. 2-ാമത്തെ അർത്ഥം പാപത്തെ ഒഴിവാക്കി ദൈവത്തോടുള്ള ചേർന്ന് വരവിൽ നമ്മൾ അധികമായി വർത്തിച്ചു വരണം. ഇതാണ് ഭക്തി എന്നതിൻ്റെ അർത്ഥം. ഒരു കാലഘട്ടത്തിൽ
ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ വളരെയധികം പ്രാബല്യത്തിൽ നിലനിന്നൊരു കാലമുണ്ടായിരുന്നു. കാരണം ഭക്തിയിലൂടെ ദൈവസ്നേഹത്തോട് ചേർന്ന് വരാമെന്ന് അവർ ലോകത്തെ പഠിപ്പിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഭക്തി ചില പ്രത്യേകതകളുള്ളതാണ്. അതിലൊന്ന് സദൃശവാക്യം 9-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം വളരെ മനോഹരമായി നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. സദൃശവാക്യം 9-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ദൈവത്തോടുള്ള ഭക്തിയിലാണ് നമുക്ക് വിസ്ഡം കിടക്കുന്നത്. വിസ്ഡം ദൈവം അതിനുള്ളിലാണ് അത് ഒളിപ്പിച്ച് വച്ചിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാനം എന്നതിനോട് ചേർത്ത് നമ്മൾ ഒരു പദം കൂടെ പറയും. ഏതാണ് ആ പദമെന്നറിയാമോ? കുഞ്ഞുങ്ങളെ ഏത് സ്നാനമാണ് നമ്മൾ കൊടുക്കുന്നത്? ശിശുസ്നാനമല്ല, ജ്ഞാനസ്നാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. എന്തിനാണ് സ്നാനത്തോട് ചേർന്ന് ജ്ഞാനം എന്ന വാക്ക് നമ്മൾ കൊടുക്കുന്നത്? ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ കുഞ്ഞിനെയും സ്നാനപ്പെടുത്തുമ്പോൾ ദൈവികമായ ജ്ഞാനം കുഞ്ഞിൽ ആ സമയം മുതൽ ത്രിയേക നാമത്തിൽ നിറയുകയാണ്. അതാണ് സ്നാനത്തിൻ്റെ പ്രത്യേകത എന്നത്. ഏത് സ്നാനമെന്നാണ്? ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനസ്നാനം. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവം വിശുദ്ധ സ്നാനത്തിലൂടെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഏതാണ് അനുഗ്രഹത്തിൻ്റെ പേര്? ജ്ഞാനസ്നാനം, അല്ലെങ്കിൽ ജ്ഞാനത്താൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ നിറച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ അവരെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുമ്പോൾ ദൈവം ആദ്യം അവർക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം അവരെ അനുഗ്രഹിക്കും. ദൈവം അവർക്ക് ആദ്യം തിരുസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്നത് ദൈവികമായ ജ്ഞാനമാണ്. അപ്പോൾ സ്നാനത്തിലൂടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ദൈവസന്നിധിയിലൂടെ സ്വീകരിച്ച് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ജ്ഞാനം. ഈ ജ്ഞാനം പല സാഹചര്യങ്ങളിൽ കുറവ് വന്നേക്കാം. പലപ്പോഴും ഈ ജ്ഞാനത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതിലോട്ട് കയറാനായിട്ട് ചില മക്കൾക്ക് പ്രയാസം വരും. അതുകൊണ്ടാണ് കർത്താവ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ യാചിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അത് തരണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്കത് കിട്ടാനായി ഓൾറെഡി നിങ്ങളൊരു കാര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം മക്കൾക്ക് വാഗ്ദത്തം ചെയ്തതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടോ, പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ, വിശുദ്ധ ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടോ, മാതാപിതാക്കളുടെ ജീവിതത്തിലെ പിഴവുകൾ കൊണ്ടോ ഏറ്റക്കുറച്ചിലുകൾ കുഞ്ഞുങ്ങളിൽ വന്നേക്കാം. അത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി ദൈവം വച്ചിട്ടുള്ള ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയാണ്. നിങ്ങൾക്കത് കുറയുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഓൾറെഡി അത് തന്ന ഒരു ദൈവം ജ്ഞാനസ്നാനത്തിലൂടെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നിങ്ങൾ മടുപ്പ് കൂടാതെ, ഒരു ലജ്ജ കൂടാതെ യാചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കളെ പ്രാർത്ഥിക്കാനായി ശീലിപ്പിക്കണം. പഠിക്കുന്നതിന് മുമ്പ് മക്കളോട് ദൈവഭക്തിയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥനയോടെ ദൈവം അവർക്ക് നൽകിയ ജ്ഞാനസ്നാനത്തിൻ്റെ അറിവിൻ്റെ വാഗ്ദത്തം ഏറ്റെടുക്കാനായി അവരോട് പറയണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനായി പഠിപ്പിക്കണം. ഇതിനെയാണ് നമ്മളിങ്ങനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ബാലൻ അല്ലെങ്കിൽ ബാല നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും വൃദ്ധയായാലും അവൻ അല്ലെങ്കിൽ അവൾ അതിൽ നിന്നൊരിക്കലും അകന്നു പോകുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നൽകിയ ജ്ഞാനം ആർജിച്ചെടുക്കാനായി കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വചനം പഠിക്കാനും, വചനം കേൾക്കാനും, വായിക്കാനും, അനുസരിക്കാനും, പ്രാർത്ഥിക്കാനും, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരാനും, ദൈവകൃപയിൽ ഒരുമിച്ച് വളരാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ ഈ ജ്ഞാനം വളർന്ന് വളർന്ന് വരും. എന്നാൽ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ള ഈ വലിയൊരു അനുഗ്രഹമുണ്ട്, നമ്മുടെ മക്കളെ ജ്ഞാനത്തിലൂടെ അനുഗ്രഹിക്കാമെന്ന ഈ ഒരു വാഗ്ദത്തം നിലനിൽക്കേ ദൈവം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറവ് വരുത്തിയിട്ട് നമ്മൾ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രം കണ്ടെത്താനായി നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ആ വഴിയിലൂടെ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും.
ലോകപരമായി ആ കുഞ്ഞ് ഒരുപക്ഷെ വളരുമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ വിസ്ഡം അല്ലെങ്കിൽ ഡിസേൺമെൻറ്റ് ഈ രണ്ട് മേഖലകളിലും കുഞ്ഞ് പരാജയങ്ങൾ നേരിടുന്നത് നമ്മൾ കാണേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ജ്ഞാനം വളർത്താനായിട്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്ന ജ്ഞാനം എങ്ങനെ ലഭിക്കുമെന്നത് നമ്മൾ ഇന്ന് പഴയ നിയമ പാഠഭാഗത്തിൽ വായിച്ച് മനസ്സിലാക്കി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായ സോളമനെ നമ്മൾ പരിചയപ്പെടുകയാണ്. സോളമനെക്കുറിച്ച് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നത്, ഞാനൊരു ബാലനാണ്, ദൈവമേ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനാവശ്യമായ കഴിവ് എനിക്കില്ല. ഈ ജനത്തെ നയിക്കാൻ, ഈ ജനത്തിൻ്റെ ഇടയിൽ എനിക്ക് അവരോട് ന്യായം പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് അവൻ ദൈവത്തോട് യാചിക്കുകയാണ്. ആ യാചനയാണ് നമുക്കുണ്ടാകേണ്ടത്. 9-ാമത്തെ വചനം, 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വചനം. അദ്ദേഹം യാചിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഗുണവും ദോഷവും തിരിച്ചറിയണം. ഗുണവും ദോഷവും തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിവേചിച്ച് അറിയണം. നമ്മളെ മക്കളെ, കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലോട്ട് അയക്കും. ഇവർക്ക് ഗുണവും ദോഷവും തിരിച്ചറിയാനായി സഹായം വേണമെന്നുണ്ടെങ്കിൽ ദൈവം അവരോട് കൂടെ ഉണ്ടാകണം. ചില സൗഹൃദങ്ങൾ അവർക്ക് ലഭിക്കും. അതവർക്ക് വേണ്ടെന്ന് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആര് കൃപ കൊടുക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണം. ചില കാര്യങ്ങൾ ചെയ്യാനായി, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉപയോഗിക്കാനായി, ചില കാര്യങ്ങൾ കാണാനായി, ചില കാര്യങ്ങളിലേക്ക് പോകാനായി കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ചില പ്രലോഭനങ്ങൾ വരും. അത് വേണ്ട എന്ന് ആ കുഞ്ഞ് പറയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ ഡിസേൺമെൻ്റ് ഉണ്ടാകണം. ഇത് ഈ ലോകത്തിലെ ഒരു പഠനത്തിലൂടെയും നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ദൈവത്തോട് ചോദിക്കണം. ശലോമോൻ അത് ചോദിച്ചു, എനിക്ക് ഗുണവും ദോഷവും തിരിച്ചറിയണം. ഗുണവും ദോഷവും തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയണം. നന്മയും തിന്മയും തിരിച്ചറിയാനായി ആഗ്രഹിച്ചവരാണ് ആദാമും ഹവ്വയും. പക്ഷേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞപ്പോൾ അവർ പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് നന്മയും തിന്മയും തിരിച്ചറിയാനായി ശ്രമിച്ചത്. അവിടെ ദൈവത്തിൻ്റെ സഹായം അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത്, നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ സഹായം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് വഴി പറഞ്ഞു തരും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്കൂളിലോട്ടും കലാലയങ്ങളിലോട്ടും ഒക്കെ നമ്മുടെ മക്കളെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ പിന്നാലെ അവരെ ഫോളോ ചെയ്ത് പോകാനൊന്നും സാധിക്കില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങളും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്. ഏത് രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് സ്വാധീനിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് അവരുടെ പിന്നാലെ പോകാനായിട്ട് അറിയില്ല. അവരുടെ രഹസ്യ ജീവിതം നമുക്കറിയില്ല. പക്ഷേ ദൈവത്തിന് അവരെ സംരക്ഷിക്കാനായി സാധിക്കും. ദൈവത്തിന് അവരുടെ ലൈഫിനെ തൊടാനായി സാധിക്കും. അതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ള ഉന്നതമായ ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായി അവരെ ശീലിപ്പിക്കാനായുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കുക പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ജ്ഞാനസ്നാനം കിട്ടിയത് കൊണ്ടായില്ല. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം പറഞ്ഞ ജ്ഞാനം എന്ന വാഗ്ദാനം, ഈ ജ്ഞാനത്തിൻ്റെ പേരാണ് ശരിയും തെറ്റും, സത്യവും അസത്യവും, ന്യായവും അന്യായവും, ഗുണവും ദോഷവും. ഇത് തിരിച്ചറിയാനുള്ള ഡിസേൺമെൻറ്റ് കിട്ടുന്നത് ഒരു കുഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലൂടെ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് വളർന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി എന്ന് കരുതി നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല. ഗുണവും ദോഷവും തിരിച്ചറിയത്തക്ക രീതിയിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ ചുമതലയാണ്. ദൈവാലയത്തിൽ ശമൂവേൽ ബാലനെ കൊണ്ടുപോയിട്ട് ആ മാതാവും പിതാവും ആഗ്രഹിച്ചത്, ഈ മകൻ ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ യേശു എന്ന ബാലൻ ചെറുപ്പത്തിൽ വളർന്നു വന്നതുപോലെ ആ കുഞ്ഞും വളർന്നു വരണമെന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയായിരിക്കണം. മക്കളെക്കുറിച്ച് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണം. മക്കളെക്കുറിച്ച് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ 2 വാക്കുകളിൽ അടിസ്ഥാനമാകണം. കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഗുണവും ദോഷവും തിരിച്ചറിയാനുള്ള കൃപ നീ കൊടുക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുമോ? ഇല്ല. നമ്മൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മളോട് എതിർത്ത് പറയും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മളോട് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മിണ്ടാറില്ല, അല്ലേ? നമ്മളോട് പിണങ്ങും, അവർ ഭക്ഷണം കഴിക്കില്ല. പല ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ അറിവിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞ്, അവന് +2 വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞാണ്.
95% മേളിൽ CBSEക്ക് മാർക്കോടുകൂടെ ഹയർ എഡ്യൂക്കേഷന് അഡ്മിഷൻ കിട്ടിയ ഒരു മോനാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവന് പഠിക്കാൻ പോകാനായിട്ട് താല്പര്യമില്ല. ഇവൻ റൂം വിട്ട് റൂമിന് പുറത്തിറങ്ങത്തില്ല. അവൻ ആവശ്യമുള്ള ഭക്ഷണം അവൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കും. വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല. വീട്ടിൽ പപ്പയോടും അമ്മയോടും മിണ്ടില്ല. അവൻ ഒത്തിരി വായിക്കും, നല്ല അറിവുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ആ കുഞ്ഞ് വന്നിരിക്കുകയില്ല. അവൻ്റെ പഠനം ഫസ്റ്റ് ഇയർ പോയതിന് ശേഷം അവന് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ രക്ഷകർത്താക്കൾ ഞങ്ങളോട് പറയുന്നൊരു കാര്യം, ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. അവർ പറയുന്നുണ്ട്, അവന് NRI കോട്ടയിലാണ് അഡ്മിഷൻ വരെ വാങ്ങിയത്. അത്രയും ഞങ്ങൾ അവന് വേണ്ടി സമ്പത്ത് മുടക്കി. പക്ഷേ ഇന്ന് അവൻ ഞങ്ങളോട് മിണ്ടുന്നില്ല, ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഞങ്ങളോട് കൂടെ ഒന്നിനും വരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ല. ഇതൊരു വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ്, നേരിട്ട് കാണുന്ന അനുഭവങ്ങളാണ്. വളരെ സ്നേഹിച്ച് വളർത്തിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ഒരു കാരണവും കൂടാതെ അകന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറയുന്നൊരു കാര്യം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. അതാണ് അവൻ പറയുന്നത്. നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ അപ്പനെയും അമ്മയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അവരെ വഴക്ക് പറയണ്ട എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ചില ശീലങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നന്മയും തിന്മയും തിരിച്ചറിയുക എന്നത് ജ്ഞാനത്തിൻ്റെ വലിയൊരു തലമാണ്. അതിലേക്ക് എത്തിക്കുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനാ ബന്ധത്തിലൂടെ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് കഴിയുള്ളൂ. അതിനാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. എനിക്ക് അതിനു വേണ്ടി വിവേകമുള്ളൊരു ഹൃദയം വേണം, ഡിസേൺമെൻറ്റ് എനിക്ക് വേണം, ശരിയും തെറ്റും തിരിച്ചറിയാനായി എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ഇത് ചോദിച്ചപ്പോൾ ദൈവം ശലോമോൻ ഇത് കൂടാതെ അവന് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ട്. ദീർഘായുസ് കൊടുത്തു, സമ്പത്ത് കൊടുത്തു, ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. എന്നിട്ട് ദൈവം ഒരു ഡിമാൻഡ് വയ്ക്കുകയാണ്. എന്താണ് ആ ഡിമാൻഡ് എന്നറിയാമോ? നിനക്കിതെല്ലാം നിനക്ക് അനുഭവിക്കാനായിട്ട് കഴിയും, പക്ഷേ ഒരേ ഒരു ഡിമാൻഡാണ്, എന്നെങ്കിലും നീ എന്നോടുള്ള ഭക്തി വിട്ടു പോയി കഴിഞ്ഞാൽ നിനക്ക് തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ കൈവിട്ട് പോകേണ്ടത് നീ കാണേണ്ടതായിട്ട് വരും എന്നുകൂടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ ദൈവിക ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാ കാലവും അത് നിലനിൽക്കണമെന്നില്ല. നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ട് എങ്കിൽ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ബന്ധം അണഞ്ഞു പോകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുകയുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ശലോമോൻ വീണു പോകുകയാണ്. ഇത്രയും ദൈവിക കൃപയുണ്ടായിരുന്ന ഈ മനുഷ്യൻ വീണു പോകുകയാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഭക്തിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. എല്ലാം കിട്ടിയപ്പോൾ ശലോമോൻ ദൈവഭക്തി വിട്ടുപോയി. എങ്ങനെയാണ് വിട്ടുപോയത്? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ഒരു വിവാഹ ബന്ധത്തിലോട്ടും പോകാനായി പാടില്ല. എന്നാൽ അത് അവൻ തെറ്റുകയാണ്. 300-ലധികം ഭാര്യമാർ, 700-ലധികം കുലീന പത്നിമാർ, തൻ്റെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന രാജകുമാരിമാരെ സ്വന്തം ഭാര്യമാരാക്കി അവൻ തീർത്തു. അങ്ങനെ ദൈവത്തോടുള്ള ഭക്തി അവന് വിട്ടുപോയി. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവഭക്തി വിട്ടുപോയി. ദൈവഭക്തി വിട്ടുപോയപ്പോൾ ജീവിതത്തിൽ വലിയ പരാജയം വന്നു. അവൻ്റെ വാർദ്ധക്യ സമയത്ത് അസ്തോരത്ത്, മിൽക്കോം ഇങ്ങനെ പറയുന്ന പല അന്യദേവന്മാർക്കും ദേവതമാർക്കും സ്വന്തം ദേശത്ത് അവൻ ബലിപീഠങ്ങൾ പണിയുവാൻ അവൻ്റെ കുലീന പത്നിമാരിൽ പലരും ജാതികളിൽ നിന്നുണ്ടായിരുന്നത് കൊണ്ട് അവർ നിർബന്ധിച്ചത് കൊണ്ട് അവൻ നിർബന്ധിതനായി. ഫലം എന്താണ്? ദൈവം അവനോട് പറയുകയാണ്, നിനക്ക് ശേഷം നിൻ്റെ രാജപരമ്പര നിലനിൽക്കുകയില്ല, നശിച്ചു പോകും. എങ്കിലും നിൻ്റെ അപ്പൻ എന്നോട് ഭക്തിയോടുകൂടെ ജീവിച്ചതുകൊണ്ട് നിൻ്റെ അപ്പനോടുള്ള സ്നേഹമോർത്ത് നിൻ്റെ കാലഘട്ടത്ത് ഞാനിത് ചെയ്യില്ല, പക്ഷേ നിൻ്റെ തലമുറ ശപിക്കപ്പെട്ടു പോകുമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. രഹോബെയാം, ജെറോബെയാം അവരുടെ കാലഘട്ടത്ത് രണ്ടായിട്ട് ദേശം തന്നെ വിഭജിക്കപ്പെട്ടു പോയി. നമ്മൾ പിന്നീട് അങ്ങോട്ട് ദേശത്ത് കലാപങ്ങളും ദേശത്ത് സമാധാനവുമില്ലാതെ അവർ പോവുകയാണ്. ഒരേ ഒരു റീസണേ ഉള്ളൂ, ദൈവം നമ്മളെ ദൈവിക ജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കും. പക്ഷേ ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല.
ദൈവത്തിൽ നിന്ന് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങോട്ട് കയറിയത് ആണോ അതുപോലെ ദൈവം താഴോട്ട് ഇറക്കും. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതനായാലും ശരി, ഭൂമിയിലെ മനുഷ്യനായാലും ശരി, ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കാതെ ദൈവഭക്തിയിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തേണ്ടതായിട്ട് വരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. യെശയ്യാവ് 33-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. വളരെ മനോഹരമായ ഒരു വചനമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. ദൈവം 4 അനുഗ്രഹങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം, നീ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ദൈവം തരുന്നത് നിനക്ക് സ്ഥിരതയുണ്ടാകും. സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്ഥിരതയോടെ നിൽക്കാൻ കഴിയും. പലരുടെയും പ്രശ്നം, ഒരു കോഴ്സിന് ചേരും, അതിൽ നിൽക്കാൻ പറ്റില്ല, അടുത്ത കോഴ്സിന് പോകും. ഒരു ജോലിക്ക് പോകും, ആ ജോലിയിൽ നിൽക്കാൻ കഴിയില്ല, അടുത്തതിലോട്ട് വീണ്ടും ചാടും. ഫാമിലി ലൈഫിലായാലും അങ്ങനെ തന്നെ. ഒരു വിവാഹം കഴിക്കും, അതിൽ കൺസിസ്റ്റൻസിയോടുകൂടി നിൽക്കാനായിട്ട് കഴിയില്ല, സ്ഥിരതയില്ല. ജീവിതത്തിൽ സ്ഥിരതയില്ല, അങ്ങനെ ഒരു ലൈഫിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവം പറയുകയാണ്, നിന്റെ ജീവകാലത്ത് നിനക്ക് സ്ഥിരത കിട്ടും. രണ്ടാമത്തെ അനുഗ്രഹം, നിനക്ക് രക്ഷാസമൃദ്ധി ഉണ്ടാകും. നിന്റെ ലൈഫിൽ സമൃദ്ധി ദൈവം നൽകും. 4-ാമത്തെ അനുഗ്രഹം, നിനക്ക് ജ്ഞാനമുണ്ടാകും. പിന്നെയോ പരിജ്ഞാനമുണ്ടാകും. ഈ 4 ഗിഫ്റ്റ് ദൈവം പറയുകയാണ്. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തോടുള്ള ഭക്തിയിൽ നീ നിക്ഷേപിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ 4 അനുഗ്രഹം ദൈവം തരും. ഏതൊക്കെയാണ് അനുഗ്രഹങ്ങൾ? ഒന്ന്, ലൈഫിൽ സ്ഥിരതയുണ്ടാകും. രണ്ടാമത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ രക്ഷ നൽകും. ദൈവം ജ്ഞാനം നൽകും, ദൈവം പരിജ്ഞാനം നൽകും. എത്ര നന്മകൾ? 4 അനുഗ്രഹങ്ങൾ ദൈവം നൽകും. ഈ 4 അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യണം. അതിൻ്റെ പേരാണ് ദൈവഭക്തിയിൽ നീ നിക്ഷേപിക്കണം. ദൈവത്തോടുള്ള ഭക്തിയിൽ വളർന്നു വരണം. ദൈവത്തോടുള്ള ഭക്തിയിൽ വളർന്നു വരാൻ ഒരു വ്യക്തി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥിരതയും രക്ഷയും ജ്ഞാനവും പരിജ്ഞാനവും ദൈവം കാലാകാലങ്ങളിൽ കൃത്യമായി നൽകും. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടേ വരികയില്ല. നീ ഭക്തിയിൽ എത്രത്തോളം വർദ്ധിച്ചു വരുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഈ 4 അനുഗ്രഹങ്ങളിലൂടെ ദൈവം സമൃദ്ധമാക്കും. അതുകൊണ്ട് ആ ദൈവം പറയുന്നത് യഹോവ ഭക്തിയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും നിദാനം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം, ദൈവഭക്തിയിൽ എങ്ങനെ വളരണമെന്ന്. ഈ ദൈവഭക്തിയിൽ വളരുന്നതിന് പിന്നിൽ 6 അനുഗ്രഹങ്ങളുണ്ട്. ഈ 6 അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കും. ഒന്നാമത്തെ അനുഗ്രഹം, നല്ല ലക്ഷ്യബോധങ്ങളിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. വേദഭാഗം സങ്കീർത്തനം 25:12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തനം 25:12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ മനോഹരമായ കുറച്ച് വചനങ്ങളാണ് കർത്താവ് അതിലൂടെ നമ്മളോട് പറയുന്നത്. വളരെ മനോഹരമാണ്. 25-ാം സങ്കീർത്തനം 12 മുതൽ 14 വരെ. അതിലൊന്ന്, യഹോവ ഭക്തനായ പുരുഷൻ ആർ. നമ്മൾ ഏതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവഭക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തിയുള്ള ഒരു പുരുഷനായാലും സ്ത്രീയായാലും ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. ഒന്നാമത്തെ ഗിഫ്റ്റ് എന്താണ്? നീ ഏത് വഴിയാണോ തിരഞ്ഞെടുക്കേണ്ടത് അത് ദൈവം നിനക്ക് കാണിച്ചു തരും. ഒരു കുടുംബജീവിതം തിരഞ്ഞെടുക്കണം, ദൈവം അതിനുള്ള ജീവിത പങ്കാളിയെ നിനക്ക് തുറന്നു തരും. നിനക്കൊരു ജോലിക്ക് പോകണം, ഏത് കോഴ്സ് പഠിക്കണം, ദൈവം അത് പറഞ്ഞു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ പഠിപ്പിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ വളർത്തണം, എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ കുടുംബം ക്രമീകരിക്കണം, ദൈവം പറഞ്ഞു തരും. അതിനെങ്ങനെ നമ്മളായിരിക്കണം? ദൈവത്തോടുള്ള ഭക്തിയുള്ള ഒരു മനുഷ്യനായിരിക്കണം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, അവൻ സുഖത്തോടെ വസിക്കും. ദൈവത്തോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കിട്ടും? നല്ല സുഖം കിട്ടും. ഏതിനൊക്കെ? ശരീരത്തിനും മനസ്സിനും ഒരുപോലത്തെ സൗഖ്യം ദൈവം നൽകും. നല്ല സമാധാനം ദൈവം നമുക്ക് തരുന്നതാണ്. മൂന്നാമത്തെ ഗിഫ്റ്റ് എന്താണ്? നിങ്ങളുടെ സന്തതി ദേശത്തെ അവകാശമാക്കും. അപ്പനും അമ്മയ്ക്കും ദൈവഭക്തി ഉണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. മറന്നു പോകരുത്, വലിയൊരു നന്മയാണ്. അപ്പനും അമ്മയും ദൈവഭക്തിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗിഫ്റ്റ് ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. മക്കൾ അതിലൂടെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് ശലോമോനോട് ദൈവം പറയുന്നത്, നിൻ്റെ അപ്പൻ നല്ലവനായിരുന്നു, നിൻ്റെ അപ്പൻ നല്ലത് ചെയ്തത് കൊണ്ട് നിൻ്റെ കാലത്ത് ഞാൻ ഈ അകൃത്യം നിനക്ക് ചെയ്യില്ല.
അപ്പൻ ഭക്തനായതുകൊണ്ട് മകന് അപ്പൻ്റെ ഭക്തി കാരണം ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നിൻ്റെ കാലത്ത് ഞാൻ ഈ ദോഷം നിന്നോട് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പനും അമ്മയും നല്ല രീതിയിൽ ഭക്തിയോടെ ജീവിച്ചാൽ ദേശത്ത് മക്കൾ അനുഗ്രഹത്തോടുകൂടെ വസിക്കും. അടുത്ത കാര്യം വായിച്ചേ, 14-ാമത്തെ വാക്യം. അവൻ്റെ സഖിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ഭക്തിയുള്ളവർക്ക് ദൈവത്തിൻ്റെ നല്ല സഖിത്വം ഉണ്ടാകും. സഖിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള നല്ല ബന്ധം എന്നതാണ്. ദൈവത്തിൻ്റെ നല്ല ബന്ധം, ദൈവത്തോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. പിന്നെയോ അവൻ തൻ്റെ നിയമം അവരോട് അറിയിക്കും. അങ്ങനെയുള്ളവരോട് ദൈവം നേരിട്ട് സംസാരിക്കും. അപ്പോൾ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എന്തുമാത്രം നന്മകളാണ് ഈ ഒരു ഭാഗത്തിനുള്ളിൽ മാത്രം ദൈവം നമ്മോട് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭാഗം വീട്ടിൽ പോയി നിങ്ങൾ വായിക്കണം. രണ്ടാമതൊരു ഭാഗ്യം കൂടെ നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. സദൃശവാക്യം 14-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. സദൃശവാക്യം 14 അതിൻ്റെ 26 മുതൽ ഞാൻ വായിക്കാം. സദൃശവാക്യം 14:26. യഹോവ ഭക്തന് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ് ദൃഢമായ ധൈര്യം ഉണ്ടാകും. എന്ത് കിട്ടും? ധൈര്യം കിട്ടും. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തളരാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. ദൈവഭക്തിയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തോടുള്ള ചേർന്ന് ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകില്ല. ദൈവത്തിൻ്റെ ധൈര്യം സമൃദ്ധമായ ദൈവസ്നേഹമായി അവനുണ്ടാകും. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 26 ഈ വാഗ്ദത്തം പോലെ ധൈര്യത്തോടെ നിങ്ങൾക്ക് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെട്ട് നിരാശപ്പെട്ട് വേദന കാരണം പിന്മാറേണ്ടതായിട്ടേ വരികയില്ല. ദൈവം ധൈര്യശാലിയായി നിങ്ങളെ നയിക്കും. അതിനോട് ചേർന്ന് വായിക്കുന്നു, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ദൈവഭക്തിയുള്ള മനുഷ്യൻ്റെ മക്കൾ ഒരിക്കലും നിരാലംബരായി നിരാശരായി പോകില്ല. അവർ അനുഗ്രഹിക്കപ്പെടും. പിന്നെയോ മരണത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും. വലിയൊരു ഗിഫ്റ്റാണ് ദൈവഭക്തിയോടെ ജീവിച്ചാലുള്ള അനുഗ്രഹം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ മരണകരമായ അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൈവം എടുത്തു മാറ്റും. മരണകരമായ പ്രതിസന്ധികൾ, ഹൃദയത്തിലെ സങ്കടങ്ങൾ, ജീവിതത്തിലെ വേദനകൾ, അതിന് ദൈവം എടുത്തു മാറ്റും. ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള ഭക്തി നിങ്ങൾ മുറുകെ പിടിക്കണം. സങ്കീർത്തനം 112:1 മുതൽ വായിക്കാം. സങ്കീർത്തനം 112 അതിൻ്റെ 1 മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള ഭക്തി നിങ്ങൾക്കുണ്ട് എങ്കിൽ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഐശ്വര്യവും സമ്പത്തും ആ വീട്ടിൽ ഉണ്ടാകും. സങ്കീർത്തനം 103:13, സങ്കീർത്തനം 103:11. വളരെ മനോഹരമായ 2 വചനങ്ങൾ ഇതിനുള്ളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. 103:11 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോടുള്ള ഭക്തി നമുക്കുണ്ടെങ്കിൽ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാണ്. ഭക്തിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ദൈവം ദയവ് കാണിക്കും, ദയ കാണിക്കും. 13-ാം വാക്യം വായിച്ച്, യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തോടുള്ള ഭക്തി നമ്മൾ മുറുകെ പിടിച്ചാൽ ദൈവം എല്ലാ കാര്യങ്ങളിലും നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അങ്ങനെ കരുണ ദൈവം നമ്മളോട് കാണിക്കാനായി ആഗ്രഹിക്കുമ്പോൾ അഡീഷണലായിട്ട് ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. സദൃശവാക്യം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനം. അതാണ് നമ്മുടെ ഇന്ന് മനസ്സിലാക്കുന്ന ഒടുവിലത്തെ വചനം. സദൃശവാക്യം 10 അതിൻ്റെ 27-ാം തിരുവചനം. യഹോവ ഭക്തി വായിക്കാമോ? ആയുസ്സിനെ ദീർഘമാക്കുന്നു. നമ്മുടെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിച്ചു തരും. ഏതിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ? ദൈവഭക്തിയിൽ നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ മക്കളുടെ ആയുസ്, നമ്മുടെ കുടുംബത്തിൻ്റെ ആയുസ്, ഇതെല്ലാം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഏതാണത് ചെയ്യേണ്ടത്? ദൈവഭക്തി മുറുകെ പിടിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആയുസ്സിനെ ഉൾപ്പെടെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ മുറുകെ പിടിക്കുക, അനുഗ്രഹം സ്വീകരിക്കുക, കുഞ്ഞുങ്ങൾക്കത് പകർന്നു കൊടുക്കുക. ദൈവഭക്തിക്കുള്ള ഒത്തിരി നന്മകളുണ്ട്, അത് സ്വീകരിക്കുക.